പാലക്കാട് നടന്ന പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആകെ കലി പൂണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടവും ശബരിമല അയ്യപ്പനും ഇപ്പോൾ ഏതാണ്ട് കുഴഞ്ഞ അവസ്ഥയാണല്ലോ. അയ്യപ്പന്റെ സ്വർണം കട്ട കേസ് വെള്ളത്തിൽ മുക്കി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസെടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കാം എന്ന് CPM ചിന്തിച്ചു കാണും. അദ്ദേഹം പറയുന്നത് അയ്യപ്പന്റെ സ്വർണം കട്ട കള്ളന്മാർക്ക് വേണ്ടി പാർട്ടി കുട പിടിക്കുകയാണ് എന്നാണ്. മോഷണ കേസിൽ പ്രതികളായി അറിയപ്പെടുന്ന 2 CPM നേതാക്കളാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. എന്നിട്ടും ആ പാർട്ടി എന്തെങ്കിലും തരത്തിലൊരു നടപടി എടുക്കുന്നുണ്ടോ? പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പാർട്ടിയുടെ മുന്നണിയിലെ ആരും ഇതിനെതിരെ മുന്നോട്ട് വന്നിട്ടുമില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പെൻസിൽ കട്ടതോ ബുക്ക് കട്ടതോ ആയിട്ടുള്ള കാര്യമല്ല ഇത്. ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് വില വരുന്ന സ്വർണം കട്ട കേസാണിത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത 2 ആളുകളാണ് ഇപ്പോൾ ജയിലിൽ, വാസുവും പത്മകുമാറും. എന്നിട്ട് പാർട്ടി ഇതിനെതിരെ പ്രതികരിക്കാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ആരായാലും ചിന്തിച്ചു പോകും പാർട്ടിക്കും ഇതിൽ പങ്കുണ്ടോ എന്ന്. അവർ നടപടിയെടുക്കാൻ പേടിക്കുകയല്ലേ എന്ന്. പ്രതികളുടെ ചോദ്യം ചെയ്യലിൽ പ്രധാനപ്പെട്ട CPM നേതാക്കൾക്ക് എതിരായി മൊഴി കൊടുത്താൽ സ്വയം കുടുങ്ങുമോ എന്ന പേടി അവർക്കുമുണ്ട്. ഈ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരിടത്ത് കിടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങൾക്ക് കണക്കിന് മറുപടി കൊടുക്കുന്ന വി.ഡി. സതീശന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പുതിയ ഓഡിയോ സംഭാഷണങ്ങൾ, അതിന്റെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ഓഡിയോ സംഭാഷണങ്ങൾ ചില പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. ആ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടെടുത്ത ആളാണ്. പക്ഷെ രാഹുൽ ഇപ്പോഴും ഇവിടെ പലതരത്തിലും സജീവമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ സജീവമാണ്. എന്താണ് നിലപാട്? ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ. അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലല്ലോ. പാർട്ടി നേതൃത്വം യുനാനിമസായി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? ഒരേ കാര്യത്തിന് ഞങ്ങളൊരു നടപടി എടുത്തില്ലേ? ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടി എടുത്തു. ആ നടപടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാ? 2 CPM നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണ്ണക്കള്ള നടത്തിയതിന് ജയിലിലാണ്. മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന 2 CPM നേതാക്കന്മാർ. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? മിണ്ടുന്നില്ലല്ലോ MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി. മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ്. വെറും മോഷണമല്ല, അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലിലാണ്. അവർക്കെതിരെ ഒരു നടപടി എടുത്തോ? അതിൻ്റെ അർത്ഥം എന്താ? അവരെ സംരക്ഷിക്കുകയാണ് എപ്പോഴും അല്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെ ചുമതലയുള്ള ആളല്ലേ? ജയിലിലല്ലേ നേതാക്കന്മാർ 2 പേര്? അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഈ 2 പേരും. വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്. പത്മകുമാർ പണ്ട് VS പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് VSൻ്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയ ആളാണ് പത്മകുമാർ. ഈ 2 പേരും ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതികളായി ജയിലിൽ നിൽക്കുകയാണ്. എന്നിട്ടൊരു പാർട്ടി കുട പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കുണ്ടോ? അതാണ് അതിൻ്റെ അർത്ഥം. നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അവർ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുമെന്നുള്ള പേടിയാണ്. അതാണ് അല്ലേ പേടി. അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഈ ചോദ്യം MV ഗോവിന്ദനോടും പിണറായി വിജയനോടും നിങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരത് ചോദിക്കാത്തവരോട്? മോഷണ കേസിൽ പ്രതിയായിട്ട് 2 പേര് ജയിലിൽ കിടന്നിട്ട് എന്നിട്ടൊരു വിഷയം വന്നപ്പോൾ നടപടിയെടുത്ത ഞങ്ങളോട് അതേ കാര്യത്തിൽ ഞങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നത്? ആ കാര്യം ഞങ്ങൾ ക്ലിയറാണ്. ഒരാൾ അതെ. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വീടുകയറിയുള്ള പ്രചരണമുണ്ട്. അങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുമോ? നിങ്ങൾ ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാം KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും. ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല. അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിച്ചോ. സംഘടനാപരമായ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു.
നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കും മറ്റു പരിപാടികൾക്കും വരാൻ കഴിയുമോ, പങ്കെടുക്കാൻ കഴിയുമോ? നിങ്ങളത് KPCC പ്രസിഡന്റിനോട് എന്നോട് ഞാൻ പറയാൻ പാടില്ല. KPCC ആണ് നടപടി എടുത്തത്. ഞാൻ പറഞ്ഞല്ലേ, ഞാനല്ല അത് പറയേണ്ട ആള്, അത് KPCC പ്രസിഡന്റ് പറയേണ്ട. ഭരണം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാകുന്നത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ വോട്ട് തരുമ്പോൾ അത് മോശം ഇമ്പാക്ട് അല്ലേ ഉണ്ടാക്കുക? ഇപ്പൊ കേരളം മുഴുവൻ 2 മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് CPM വോട്ട് തേടുന്ന ആണല്ല അത് ചോദിക്കുക അവരോട്. ഞാൻ ഇതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനാ ഞങ്ങളോട് എന്താ? ഞാൻ ഒറ്റ ചോദ്യത്തിൽ എൻ്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ബഹളം ഉണ്ടാക്കല്ലേ, അത്ര ആവശ്യം കാണിക്കല്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ മറുപടി പറയല്ലേ, ഒറ്റ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടിയെടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ മറുപടി. നീ ഒന്നുമില്ല, നത്തിങ് മോർ.